കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ വലിയ തർക്കമുണ്ടായി. ഇവിടെ ഉണ്ടായതുപോലെ തന്നെ 10 ദിവസത്തെ തർക്കം അവിടെ ഉണ്ടായി. 10 ദിവസം നിരന്തരമായ ചർച്ചകൾ ഡൽഹിയിൽ നടന്നു. പോരാത്തതിന് കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം. അത് ഒരു ഒറ്റ മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ല, 1.5 വർഷത്തെ നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് DK ശിവകുമാർ, അതായത് താഴേക്കട്ടയിലുള്ള ആളുകളെ പോലും നേരിൽ പോയി കണ്ട് അവരുമായിട്ട് ചർച്ച നടത്തി അങ്ങനെ ആണ് അവിടെ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നത്. എല്ലാ ആഴ്ചയിലും DK ശിവകുമാറിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം പോവും, അല്ല സിദ്ധരാമയ്യെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഭാഗം പോവും. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ സിദ്ധരാമയ്യ കോൺഗ്രസ് വിട്ട് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരെയും കൊണ്ട് നേരെ BJP-യിൽ പോയാൽ സിദ്ധരാമയ്യക്ക് അവിടെ മുഖ്യമന്ത്രിയായി തുടരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. രാജേഷ് നമസ്കാരം. രാജേഷ്, ഇന്നലെ ഡൽഹിയിൽ കൊണ്ടുപിടിച്ച ചർച്ചയായിരുന്നു കോൺഗ്രസ് ആസ്ഥാനത്ത്. കാരണം സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം, തനിക്ക് മുഖ്യമന്ത്രി ആയേ പറ്റൂ എന്നുള്ള DK ശിവകുമാറിന്റെ നിലപാടുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ മറ്റൊരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിലെ പോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേരും വന്നു. പക്ഷെ മല്ലികാർജ്ജുൻ ഖാർഗെ ഒടുവിൽ പിന്മാറിയതായിട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. DK ശിവകുമാർ തന്നെ വീണ്ടും കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ട് വരും ദിവസങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വേണം നമ്മൾ കരുതാനുണ്ട്. കാരണം ഇപ്പോൾ അവിടെ MLC തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ട്, രാജ്യസഭയിലേക്കുള്ള ഒഴിവ് വരുന്നുണ്ട്. അപ്പോൾ സിദ്ധരാമയ്യ രാജ്യസഭയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ MLC-മാരെയൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും ഈ ഒരു പൊതുവായിട്ടുള്ളൊരു മാറ്റം പ്രഖ്യാപിക്കുക എന്നെനിക്ക് തോന്നുന്നു. സിദ്ധരാമയ്യയുടെ മകൻ അവിടെ ഉണ്ട്, മകനും ഒരുപക്ഷെ മന്ത്രിസഭയിലേക്ക് MLC ആയിട്ടൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ ഇപ്പോൾ തന്നെ നിയമസഭ ഉണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ? ഈ കർണാടകയിൽ കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം, അവിടെ BJP-യും അതുപോലെ തന്നെ JDS-ഉം ചേർന്നുകൊണ്ട് സഖ്യം ഉണ്ടാക്കുകയും അവർ വലിയ ശക്തിയായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവിടെ BJP-യിൽ വലിയ കലാപം ഉണ്ടായി. അതുപോലെ തന്നെ JDS-നും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ജനപ്രീതി ഇല്ലാതാവുകയൊക്കെ ചെയ്തു. പോരാത്തതിന് കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം. അത് ഒരു ഒറ്റ മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ല, 1.5 വർഷത്തെ നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് DK ശിവകുമാർ, അതായത് താഴേക്കട്ടയിലുള്ള ആളുകളെ പോലും നേരിൽ പോയി കണ്ട് അവരുമായിട്ട് ചർച്ച നടത്തി അങ്ങനെ ആണ് അവിടെ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു DK ശിവകുമാർ. അല്ലാതെ DK ശിവകുമാർ ഓർഡർ ഇട്ടിട്ട് അദ്ദേഹം ഓഫീസിലിരിക്കുകയൊന്നും ആയിരുന്നില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ നന്നായി വർക്ക് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം ഇത് തിരിച്ചു പിടിച്ചത്. പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ വലിയ തർക്കമുണ്ടായി. ഇവിടെ ഉണ്ടായതുപോലെ തന്നെ 10 ദിവസത്തെ തർക്കം അവിടെ ഉണ്ടായി. 10 ദിവസം നിരന്തരമായ ചർച്ചകൾ ഡൽഹിയിൽ നടന്നു. ഏറ്റവും അവസാനമായി സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ സമുദായ തലത്തിൽ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു സിദ്ധരാമയ്യ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു വാദം എന്ന് പറയുന്നത്, അദ്ദേഹം നേരത്തെ JDS ആയിരുന്നു, ജനതാദൾക്കാരനായിരുന്നു. അദ്ദേഹം പിന്നീട് കോൺഗ്രസിൽ വന്നു ചേർന്നതാണ്. DK ശിവകുമാർ ആണെങ്കിൽ തുടക്കം തൊട്ടേ, വളരെ ചെറുപ്പകാലം തൊട്ടേ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നാണ്. DK ശിവകുമാർ വലിയ കോടീശ്വരനാണെന്നുള്ള അറിയാലോ, വലിയ കോടീശ്വരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം മാത്രമായിരുന്നു ലക്ഷ്യം, അല്ലാതെ അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രിയായി കുറേ പൈസ അടിച്ചു മാറ്റാമെന്നൊന്നും ആയിരുന്നില്ല. പക്ഷേ സിദ്ധരാമയ്യയുടെ പേരിൽ അന്ന് വലിയൊരു കേസ് നിലനിൽക്കുന്നു, മുഡ കേസ് എന്ന് പറഞ്ഞു. അതായത് മൈസൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ഉണ്ടായ ഒരു വലിയ തർക്കമല്ല, ഒരു കേസാണത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരുണ്ടായിരുന്ന സ്ഥലം വെച്ച് മാറിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. ED പലതവണ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം നേതാക്കന്മാർ ഡൽഹിയിൽ ചെല്ലുകയും നേതൃത്വവുമായി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. പണ്ട് കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരുന്ന അതേപോലെ ഇരുവിഭാഗവും പോകും ഡൽഹിയിൽ. എല്ലാ ആഴ്ചയിലും DK ശിവകുമാറിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം പോവും, അല്ല സിദ്ധരാമയ്യെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഭാഗം പോവും. പ്രബല സമുദായമായ ഈ സിദ്ധരാമയ്യയുടെ സമുദായം നമ്മൾ പറയണ്ട, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ സമുദായ നേതാക്കന്മാരും പോകും. അങ്ങനെ കോൺഗ്രസ് നേതൃത്വം യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലായി. പക്ഷേ ഈ പ്രശ്നമൊക്കെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന അദ്ദേഹം കർണാടകക്കാരനായതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായ ഒരു രഹസ്യ ടീമിനെ വിട്ട് അന്വേഷിക്കും എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. അപ്പോൾ അവർ കുറേ ആൾക്കാർ പറയും DK ശിവകുമാറിനെയാണ്, ധാർമ്മികമായി DK ശിവകുമാറിനെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രിയായി അവിടെ പ്രശ്നം പരിഹരിക്കുകയായിരുന്നല്ലോ. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വലിയ രീതിയിൽ പ്രശ്നം വഷളാവുകയൊക്കെ ചെയ്തു. പക്ഷേ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ സിദ്ധരാമയ്യ കോൺഗ്രസ് വിട്ട് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരെയും കൊണ്ട് നേരെ BJP-യിൽ പോയാൽ സിദ്ധരാമയ്യക്ക് അവിടെ മുഖ്യമന്ത്രിയായി തുടരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് കോൺഗ്രസ് ആകെപ്പെട്ടത്. DK ശിവകുമാറിനെ കളയാനും പറ്റില്ല, സിദ്ധരാമയ്യെ
ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനും പറ്റില്ല. വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ വിഷയമേ ആയിരുന്നില്ല കോൺഗ്രസിനെ ബാധിച്ചൊരു വിഷയം. കാരണം കേരളം പോലെയല്ല കർണാടക കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ അത്തരം കേരളത്തിലെ സാമുദായിക നേതാക്കന്മാരല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്. മാത്രമല്ല കേരളത്തിലെ സാമുദായിക നേതാക്കന്മാർ അത് വേറെയാണ്, അത് അങ്ങനെ ആ രീതിയിലല്ല. പക്ഷെ ഇവിടെ അതല്ല, പരസ്യമായിട്ടായിരുന്നു അവിടെയുള്ള സാമുദായിക നേതൃത്വം ഈ DK ശിവകുമാറിന് വേണ്ടി ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് സിദ്ധരാമയ്യക്ക് വേണ്ടി നിലകൊണ്ടത്. ഇത് കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി. ഇതിന്റെ ഒക്കെ ഫലമായിരുന്നു അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടി എന്നുള്ളത് നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റിൽ അധികാരത്തിൽ വന്ന് വളരെ കുറച്ച് കാലത്തിനിടയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും അവിടെ പാർലമെന്റിലേക്ക് കുറച്ചുകൂടി സീറ്റ് അധികം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അവിടെ സീറ്റ് അധികം കിട്ടിയില്ല. കാരണം ഇരുപക്ഷവും മാറി മാറി ക്രോസ് വോട്ട് ചെയ്ത് BJPക്ക് അവിടെ കുറച്ചും കൂടി ആധിപത്യം സ്ഥാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതോടുകൂടി ആ നേതൃത്വം കൂടുതൽ ഭയന്നത്. കാരണം അവിടെ BJP ഒരു പടർപ്പുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത കാലത്തൊന്നും കർണാടകത്തിൽ തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളതും, കർണാടകം കുറച്ചും കൂടി സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നതാണ്, കുറച്ചും കൂടി ഈ ബാംഗ്ലൂർ അടക്കമുള്ള വലിയ നഗരമുള്ളതാണ് എന്നറിയാം. നമ്മളെ കേരളം പോലെ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഉണ്ടാക്കിയൊരു ഫോർമുല വെച്ചിട്ട് ഇദ്ദേഹത്തെ രാജ്യസഭാ അംഗമാക്കുന്നു, അദ്ദേഹത്തിന്റെ മകനെ അവർ പറയുന്ന വകുപ്പിൽ മന്ത്രിയാക്കുന്നു, പക്ഷെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരു സമവായത്തിലൂടെയാണ് ഈ പ്രശ്നം തീർക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന് ചിലപ്പോൾ ആശ്വസിക്കാൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും ഇദ്ദേഹം മറുകണ്ഠം ചാടുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ കാര്യം ഈ കർണാടകയിൽ ഇതേ രീതിയിലുള്ള ഒരു സമവായം ഇപ്പോൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന സമയത്ത് കേരളത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോരുത്. എന്തെങ്കിലുമൊക്കെ പ്രതിഫലനങ്ങൾ തീർച്ചയായിട്ടും കേരളത്തെയും ബാധിക്കുമെന്നുള്ള എന്തെങ്കിലും സംശയമൊന്നും വേണ്ട. നമ്മൾ ഒരു വർഷമോ 1.5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ എന്ത് സംഭവിക്കും? കേരളത്തിലും ചിലപ്പോൾ ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് കേരളത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയരുത്. പ്രത്യേകിച്ചിട്ടും രമേശ് ചെന്നിത്തല വരുന്ന ഒരു 2 വർഷമെങ്കിലും എന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കർണാടക മോഡലിൽ കേരളത്തിലും നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടാൽ ഒരിക്കലും ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു ആവശ്യത്തെ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത്. കാരണം കർണാടകത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ തീർച്ചയായും ഇദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവസാന ഘട്ടം വരെ പരിഗണനയിലുണ്ടായിരുന്നു. പിന്നെ മറ്റ് ജനകീയമായ ചില പ്രതികരണങ്ങളൊക്കെ വന്നപ്പോഴാണ് VD സതീശനിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ശേഷിക്കുന്ന ഒരു 2 വർഷം എന്നെ മുഖ്യമന്ത്രിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെച്ചുമാറൽ വേണം എന്ന് ചിലപ്പോൾ പറഞ്ഞുകൂടായില്ല. കാരണം VD സതീശനെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചിട്ട് എന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കാം. പക്ഷേ കേരളത്തിലെ ഒരു നായർ സമുദായം ഒന്നും അത്ര സമ്മർദ്ദം ചെലുത്തിയാലൊന്നും കോൺഗ്രസ് അവരുടെ ഈ അവകാശവാദമൊന്നും മുഖവിലേക്ക് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കർണാടകയിലെ സാമുദായിക നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന സ്ഥലത്ത് കുത്തുന്ന ആളുകളാണ്. അതെ, കർണാടക. ഇവിടെ അതല്ല. പക്ഷേ കേരളത്തിൽ ഇപ്പം മറ്റേ SNDPയിലെ വെള്ളാപ്പള്ളി നടേശൻ പറയാണ് ഒരാളെ തോപ്പിക്കണമെന്ന് പറഞ്ഞാൽ അയാൾ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. NSS ഒരാളെ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വിജയിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും കേരള നേതാക്കന്മാർ ഭയക്കണം, കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനും ഭയക്കണം. കേരളത്തിലെ കോൺഗ്രസ് ശരിക്കും ഈ കർണാടക മോഡൽ നടപ്പിലാക്കണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടാൽ കേരളത്തിലും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തലുണ്ട്, കേരളത്തിൽ ഒരു തുടർഭരണമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് UDF നിന്ന്. പക്ഷേ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും മുഖ്യമന്ത്രി മാറ്റമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് പിന്നീട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഡിലിമിറ്റേഷൻ വരുന്നുണ്ട് 2028 ഡിലിമിറ്റേഷൻ വരുന്നുണ്ട്. ആ ഡിലിമിറ്റേഷനെ കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവുക. പക്ഷെ അതുകൊണ്ടൊന്ന് ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ രീതി വെച്ചിട്ട് അങ്ങനെ ഒരു ഈ മണ്ഡല പുനർനിർവചനത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കാലൊക്കെ മാറി. കേരളത്തിൽ എവിടെ എങ്ങനെ എപ്പോൾ ആര് ജയിക്കുമെന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് വോട്ട് ബാങ്ക് ഇല്ലാണ്ടായി മാറി. വോട്ട് ബാങ്കുകൾ ആർക്കും ഇല്ലാതായി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 102 സീറ്റ് UDF കിട്ടി എന്നുള്ളത് കൊണ്ട് അത്ര വോട്ടുകൾ അടുത്ത തവണ കിട്ടണമെന്നില്ല. ഇതിൽ 102 എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ 3 പേർ LDFന്റെ സീറ്റാണ്. ഇപ്പൊ പയ്യന്നൂര്, തളിപ്പറമ്പ്, അമ്പലപ്പുഴ എന്ന് പറയുന്നത് ഇപ്പോഴും അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണെന്ന്. യഥാർത്ഥത്തിൽ 99 സീറ്റേ ഉള്ളൂ. കഴിഞ്ഞ തവണ LDFന് കിട്ടിയ സെയിം സീറ്റാണ് ഇത്തവണ UDFനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 3 പേര് കമ്മ്യൂണിസ്റ്റുകളായ കമ്മ്യൂണിസ്റ്റിന് CPMന്റെ സീറ്റാണ് നമ്മൾ പറയേണ്ടത്. CPMന്റെ വോട്ട് മേടിച്ച് ജയിച്ച ആളുകൾ കൂടിയാണ്. ആണ്, തീർച്ചയായും. CPMന്റെ വോട്ട് അവർ തന്നെ പറയുന്നുണ്ട്, CPMന്റെ വോട്ട് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് എന്നുള്ളത്. അതുകൊണ്ട് അവർ UDFന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ഈ 99 സീറ്റ് എന്നുള്ളത് വീണ്ടും തിരിച്ച് ആയിക്കൂടെ 66 സീറ്റിലേക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 66 സീറ്റിലേക്ക് വരും. അതുകൊണ്ട് കേരളത്തിൽ ആർക്കും ഇനി ഒരു കോട്ട, ഇത് ഞങ്ങളുടെ കോട്ടയാണ്, ഇവിടെ ആരും കയറില്ല എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റായിരിക്കും. ചിലപ്പോൾ മലപ്പുറം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും
UDF-ന് കോട്ട എന്ന് പറയുക, അല്ലെങ്കിൽ LDF-ന്റെ കോട്ട എന്നൊന്നും പറയാൻ കേരളത്തിൽ അങ്ങനെ ഒരു സീറ്റില്ല എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ നമ്മൾ സംഭവിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് വളരെ ജാഗ്രതയോടുകൂടി പോവേണ്ടതാണ്. തൊഴുത്തിൽ കുത്തുകൊണ്ട് കിട്ടിയ സാഹചര്യങ്ങൾ പോലും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന കേരളത്തിൻ്റെ കാര്യമല്ല എങ്കിൽ പോലും കർണാടകം ഒരു മാതൃകയാക്കിയാൽ കേരളത്തിൽ അത് വലിയ രീതിയിൽ പ്രതികരണം ഉണ്ടാക്കും, ജനങ്ങൾക്കിടയിൽ പ്രതികരണം ഉണ്ടാക്കും, വോട്ടർമാർക്കിടയിൽ പ്രതികരണം ഉണ്ടാക്കും.